ഹായ് ഫ്രണ്ട്സ്, കൃഷ്ണാസന്നിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല അവൽ വിളയിച്ചത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. എൻ്റെ കയ്യിലുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമുക്ക് നല്ല ടേസ്റ്റായിട്ടുണ്ടാക്കാൻ എളുപ്പമാണ്. നമുക്കിന്ന് വീഡിയോയിലിട്ട് പോവാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇത് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിന്ന് വീഡിയോ എടുത്തു. ഇത് വെളുത്ത അവലാണ് കേട്ടോ. ഇത് ഇവിടെ കിട്ടുന്ന നോർത്തിലൊക്കെ കിട്ടുന്ന അവൽ ഇതേലത്തെയാണ്. നമ്മുടെ നാടൻ അവലാണ് ടേസ്റ്റ് കൂടുതൽ. ഇതിന് വേറൊരു രുചിയുണ്ട്, ശകലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങളാണ് അവലെടുത്തിട്ടുണ്ട്, കുറച്ച് കപ്പലണ്ടിയുണ്ട് തൊലി കളഞ്ഞാണ്, പിന്നെ കുറച്ച് നമ്മുടെ എള്ള്, കറുത്ത എള്ളുണ്ട്, 3-4 ഏലയ്ക്ക, 3 കട്ട, നമ്മുടെ മധുരത്തിനനുസരിച്ച് ഉണ്ട ശർക്കരയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ കടലപ്പൊരി. ആദ്യം നമ്മൾ ഉണ്ട ശർക്കര ചിരുകിയിട്ട് കുറച്ച് വെള്ളം കൊണ്ടൊഴിച്ച് നമ്മളതിനെ പാനിയാക്കാൻ വെക്കണേ. ആദ്യം അതാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാവേ. അത് നന്നായിട്ട് ഉരുകണം കേട്ടോ, നന്നായിട്ട് ഉരുകി പാനിയാക്കി എടുക്കണേ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒന്നുകൂടെ നോക്കാം. നമുക്ക് ഒരു അരമുറി തേങ്ങ തിരിങ്ങിയത് വേണം, എള്ള് കഴുകി വെച്ചേക്കണം, പിന്നെ നമ്മുടെ 3-4 ഏലക്ക എടുത്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ പൊടിച്ച് വെക്കണം. പിന്നെ നമ്മുടെ കപ്പലണ്ടി പരിപ്പും കടലപ്പരിപ്പും ഇരിപ്പുണ്ട്. നമ്മൾ ഉണ്ട ശർക്കര നമ്മൾ പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് വേണ്ടുന്നത് നമ്മുടെ പശു നെയ്യാണ് കേട്ടോ. പശു നെയ്യ് ഞാനിവിടെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ നെയ്യ് ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന ഒരു ചീനിച്ചട്ടി, വലിയൊരു ചീനിച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണേ. കുറച്ച് മതി, അത് വറക്കാനാണ്, എല്ലാം ഒന്ന് വറുത്ത് കൊരിയെടുക്കാനാണ്. അപ്പോൾ ചീനിച്ചട്ടി ഗ്യാസ് ഓണാക്കി വെച്ചതിന് ശേഷം ചീനിച്ചട്ടി ചൂടായി അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത്, നെയ്യ് ചൂടാകുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് കടലപ്പരിപ്പ് വറുത്തെടുക്കാവേ. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകത്തക്ക രീതിയിലൊന്ന് വറുത്തെടുക്കണേ. നമ്മുടെ കടലപ്പരിപ്പ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ശകലം ഒന്ന് മൂത്ത് നല്ല പെട്ടെന്ന് കോരി എടുക്കണം. അത് ചട്ടിക്ക് നല്ല ചൂടാണ്, കട്ടിയുള്ള കനമുള്ള ചട്ടി ആയതുകൊണ്ട്, ചീനിച്ചട്ടി ആയതുകൊണ്ടുണ്ടല്ലോ നല്ല ചൂടാണ് അതിനെ, അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കോരി എടുക്കണം അത്. അപ്പോൾ കടലപ്പരിപ്പ് നമ്മുടെ റെഡിയായി. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കപ്പലണ്ടി പരിപ്പ് ഇതിൽ തന്നെ വറുത്തെടുക്കാവേ. നെയ്യല്ലേ നമ്മൾ മറ്റേത് വറുത്ത് കോരിയതായതുകൊണ്ട് അതിൽ തന്നെ നമ്മൾ വറുത്ത്, നെയ്യ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയം വരെ ഇളക്കിയിട്ട് കോരിയെടുക്കണം നമ്മളെ. അങ്ങനെ നമ്മുടെ കപ്പലണ്ടി പരിപ്പ് നമ്മൾ വറുത്തു, ഒരു ചെറിയ കളർ മാറ്റം വന്നു. അപ്പോഴത്തേനും നമുക്കത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് ഇതായി പോകണ്ട, മൂത്ത് പോകണ്ടായേ. അപ്പോൾ അത് നമ്മൾ കോരി മാറ്റുവാണേ. അടുത്തതായിട്ട് നമ്മൾ വറക്കാൻ പോകുന്നത് നമ്മുടെ തേങ്ങ തിരുമ്മി വെച്ചേക്കുന്നതാണ്. അപ്പോൾ തേങ്ങ തിരുമ്മി വെച്ചേക്കുന്നത് നമ്മൾ അതിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ, അതും ആ രീതിയിൽ തന്നെ ആകത്തക്ക രീതി വേണം വറുത്തെടുക്കാനേ. അപ്പോൾ നെയ്യ് കുറവായിരുന്നു, അപ്പോൾ അത് രണ്ടും വറുത്തപ്പോഴത്തേന് നെയ്യ് ശകലം കുറവുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നെയ്യ് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം, അതൊന്ന് വറക്കാൻ വേണ്ടിയേ. ശകല നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി തേങ്ങ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. തേങ്ങ ഒരു പരുവം ആറായപ്പോഴത്തേന് കറണ്ട് കട്ടായി പോയി കേട്ടോ. കറണ്ട് കട്ടായിരുന്നേ. അപ്പോൾ ഫോൺ ചൂടായതുകൊണ്ട് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവുന്നില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, ശകലം വെട്ടക്കുറവുണ്ട്. അപ്പോൾ പാചകം പാതി വഴി ഉപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഒരു വിളക്ക് എത്തിച്ച് വെച്ച് നമ്മുടെ പാചകം തുടർന്നു. അപ്പോൾ നമ്മുടെ തേങ്ങ റെഡിയായി.
റെഡിയായ തേങ്ങയിലേക്ക് നമ്മൾ ഉണ്ടശർക്കര പാനിയാക്കി വെച്ചേക്കുന്നത് ഒരു അരിപ്പയിൽ അരിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോളും. അതുകൊണ്ട് നമ്മൾ അരിച്ച് ഒഴിച്ചു കൊടുക്കണേ. അത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ, നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണേ. തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വേണം വെക്കാൻ. അങ്ങനെ നന്നായിട്ട് തിളച്ച് നമ്മുടെ ഉണ്ടശർക്കര പാനിയാക്കിയത് നമ്മുടെ തേങ്ങയുടെ കിടന്ന് നന്നായിട്ട് തിളച്ചു. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ അവൽ, ആദ്യം നമ്മൾ ആ അവലാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 250-300 ഗ്രാമോളം അവൽ എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ അത്രയും അവൽ നമ്മൾ അതിലേക്ക് ചേർത്ത് ഇളക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഫുള്ള് ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അവൽ നന്നായിട്ട് ഇളക്കി അതിലേക്ക് നമ്മളിനി വറുത്ത് വെച്ചിരിക്കുന്ന ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ കപ്പലണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ കപ്പലണ്ടി പരിപ്പ് ഇട്ടു. അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ലാസ്റ്റ് നമുക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന എള്ളും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് ഇളക്കി നന്നായിട്ട് ആ ശർക്കര പാനിയിലെല്ലാം ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാം നന്നായിട്ട് ഇളക്കി നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ വിളയിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ കറണ്ട് വന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വെട്ടമില്ലാത്തിടത്ത് തന്നെ ചെയ്യുന്നത്. അപ്പോൾ പാതി വെച്ച് പാചകം നിർത്തണ്ടെന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ പാചകം അതുകൊണ്ട് നല്ല രീതിയിൽ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ അവൽ വിളയിച്ചത് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ അവൽ വിളയിച്ചത് റെഡിയായി കഴിഞ്ഞേ. അങ്ങനെ നമ്മുടെ അവൽ വിളയിച്ച് റെഡി ആയി കഴിഞ്ഞപ്പം കറണ്ടും എത്തി. ഇതാണ് നമ്മുടെ അവൽ വിളയിച്ചത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ഇതിലിട്ട് കൊടുക്കാം. ഒരു എന്താ പറയുക, ചെറിയൊരു മധുരത്തിന് വേണ്ടി. അല്ലാതെ തന്നെ മധുരമുണ്ട്, അതെല്ലാം നമുക്കൊന്ന് കഴിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാനും ഒക്കെ വേണ്ടി നമ്മൾ വേണമെങ്കിൽ മാത്രം ശകലം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ മധുരം കുറവാണെങ്കിൽ മധുരം ഇനി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ വിളയിച്ച് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ.